ഹലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കോഴി ഒന്ന് അഴിച്ചു വിടാൻ ഇറങ്ങിയതാണ്. കാർത്തിക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇതൊക്കെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ചില ഡ്രസ്സുകൾ കാണുമ്പോൾ, കാരണം ഇതുപോലെ താഴെയുള്ള ചുമപ്പ്, അതുപോലെ എന്താ പറയുക, നീലയൊക്കെ കാണുമ്പം ഞങ്ങളുടെ ചിക്കിക്ക് കൊത്താൻ തോന്നും. ഞാനവനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കി ഇവിടെ നിൽപ്പുണ്ട്. ചിക്കി, കാർത്തിക്കുട്ടി എന്തേ ചിക്കി? ഒരു കഴിക്കുന്ന തിരക്കില്ല കേട്ടോ. അപ്പോൾ കോഴികളെയൊക്കെ ഒന്ന് വെളിയിലോട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ്. കുറുമ്പിയും കറുമ്പിയാണ് കേട്ടോ, അവളുമാരുണ്ട്. ഇത് കാർത്തിക്കുട്ടിയുടെ ഫേവറേറ്റ് കോഴികളാണ്. പിന്നെ ചിക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ വെളിയിലോട്ടൊന്ന് അഴിച്ചു വിട്ടതാണ്. കുറച്ച് ദിവസമായി അഴിച്ചു വിട്ടിട്ട് അവിടെ നിന്ന് തിന്നുകയാണ്. നമ്മൾ നോക്കിയില്ലെങ്കിൽ പട്ടിയൊക്കെ വന്ന് പിടിക്കും കേട്ടോ. ഇവിടെ പട്ടിശല്യം ഭയങ്കരമുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. പട്ടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ വന്ന് പാത്തും പതുങ്ങി എത്തിയൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ കേട്ടോ. അപ്പം കണ്ടോ, കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ റൂമിലെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി എനിക്ക് കോഴിക്കൂടൊക്കെ വൃത്തിയാക്കാനുണ്ട്. കോഴിയുടെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതൊരു ജോലിയാണ് വൈകുന്നേരം. പിന്നെ ഈ ചൂലെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനെ ഓർത്തിട്ട് മാത്രമാണ്. ഇവന് ഇടയ്ക്കിരിക്കുമ്പോൾ ഓടി വന്ന് കാല് കൊത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പം അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിടിച്ചേക്കുകയാണ്. സേഫ്റ്റി ആണല്ലോ പ്രധാനം. അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിടിച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മമ്മയ്ക്ക് തെറ്റിപ്പൂ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ കൂടുതലും കുറച്ചൊക്കെ തെറ്റിയായിരിക്കും കാണുന്നത്. കാണിച്ചു തരാം. കണ്ടോ, കൂടുതൽ അമ്മമ്മയ്ക്ക് തെറ്റിപ്പൂ ഉണ്ട് കേട്ടോ. ചുമന്ന തെറ്റിയുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഈ തെറ്റി, പിന്നെ അങ്ങോട്ടുണ്ട് തെറ്റിപ്പൂക്കെ കാണിച്ചു തരാം. ഇടച്ചിലുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ ഈ ചൂല് കൊണ്ടുവന്നത്. അത് നമ്മുടെ ചൂല് കാണുമ്പോൾ എന്തായാലും കൊത്തും. പക്ഷെ കാല് കാണുമ്പോഴാണ് കൂടുതൽ കൊത്താനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കൂടൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. കഴുകുന്നത് നിങ്ങളെ എന്ത് കാണിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടൊക്കെ കഴുകിയിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. വേണ്ട ചെമ്പരത്തിപ്പൂ, ഇത് നമ്മുടെ ചുമന്ന തെറ്റി കേട്ടോ. ചുമന്ന തെറ്റി, ശംഖുപുഷ്പം, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ചുമന്ന തെറ്റി, ശംഖുപുഷ്പമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷം. ഇനി അടുക്കളയിലുണ്ട്. അടുക്കള പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. അടുക്കളയിൽ എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞു. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് കഞ്ഞി അടിക്കുന്ന